ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു മോർണിംഗ് റൂട്ടീനായിട്ടാണ് വന്നിട്ടുള്ളത്. സുബഹ് നിസ്കാരം ഖുർആനോത്തൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലൊക്കെ പോയി ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട്, ഒരു സ്ട്രോങ് ചായ കുടിക്കാൻ ഒരാഗ്രഹം. അപ്പോൾ നല്ല ഏലക്കായൊക്കെ ഇട്ടുള്ള ഒരു സ്ട്രോങ് ചായ ഉണ്ടാക്കിയായിരുന്നു. ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ഗ്യാസ് സ്റ്റൗമ്മ് കൂടെ കുറച്ച് ചായ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ വരുന്നതിൻ്റെ മുന്നേ പെട്ടെന്ന് അത് ക്ലീൻ ചെയ്തെടുത്ത്, അല്ലെങ്കിൽ രാവിലെ തന്നെ ചിലപ്പോൾ വഴക്കുണ്ടായാലോ കരുതിയിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്ത്. പിന്നെ ചായ കൊണ്ട് നേരെ സിറ്റൗട്ടിലേക്ക് പോയി. മോർണിംഗ് സിറ്റൗട്ടിലേക്ക് ഇരുന്ന് ചായ കുടിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഒന്നാമത് നേരം വെളുക്കണുള്ളതിനു, നേരം വെളിച്ചമൊക്കെ വെച്ച് വരുന്നുള്ളായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു തണുപ്പും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സിറ്റൗട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. കുട്ടികളൊക്കെ ഒരുവിധം എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനും മുറ്റത്തേക്ക് ഇറങ്ങി. എനിക്ക് രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങുന്നത് ഒരു ഹോബിയാണ്. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങി ചെടികളുടെ അടുത്തൊക്കെ പോയി പൂക്കളും ചെടികളും കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് മോർണിംഗ് ഒരു റിഫ്രഷിങ് തന്നെയാണ് കേട്ടോ. ഈ ബേർഡ്സിൻ്റെ സൗണ്ടും ഒക്കെ. ബ്രദറും വലിയ ബ്രദറിൻ്റെ മോനും മുറ്റത്ത് പല്ലൊക്കെ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ മുറ്റത്ത് നിന്ന് നേരെ അകത്തെ കിച്ചണിലേക്ക് പോയി. രാവിലത്തെ കടി പൂവടായിരുന്നു കേട്ടോ. അപ്പോൾ പൂവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പാക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അത് പ്രസ് ചെയ്തൊക്കെ കൊടുത്ത് പൂവട ഉണ്ടാക്കി. പിന്നെ ഇതാ ചെക്കന്മാർ സൈക്കിളൊക്കെ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർ നല്ല സൈക്കിള് ഓട്ടി കളിക്കണം. സ്കൂളിൽ പോണതിൻ്റെ മുന്നേ കുറച്ച് സമയം അവർക്ക് കളിക്കണം. കളിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അവർ കുളിക്കാൻ വരിക. അങ്ങനെ ഒരു കളി അവിടെ, സൈക്കിൾ കളി അവിടെ നല്ലോണം നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ കുഴിച്ചിട്ടിരുന്ന ചെടികളുടെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ്. ചിലതൊക്കെ ഉണ്ടായിട്ടുള്ളായിരുന്നു, ചിലതൊക്കെ പോയി, എന്നാലും കുറച്ചൊക്കെ ഉണ്ടായി. ഇതാ അടുത്തുള്ള മാവ് പൂവിട്ടിട്ടുണ്ട്. പിന്നെ മുറ്റത്ത് നിന്ന് ഞാൻ നേരെ വാർപ്പിൻ്റെ മുകളിലേക്കാണ് പോയത്. അവിടെ കുറച്ച് പുളിയും ഒക്കെ, ഇത് പുളി ഉണക്കാൻ വെച്ചത് അതുകൊണ്ടുണ്ട്. പുളി ഉണക്കാൻ വേണ്ടിയിട്ട്
പുളി ഉമ്മയുടെ വീട്ടിൽ നിന്ന് ഉമ്മ വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ വെയിലത്തിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മോർണിംഗ് റൂട്ടീന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കണ്ട.